ഞാൻ നീറ്റി. അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരുവിധ ആളുകൾക്ക് നമ്മുടെ ചാനൽ അറിയായിരിക്കും. ആൾ ഇന്ത്യ നമ്മൾ ഓർക്കിഡ് സെയിൽ ചെയ്യുന്നുണ്ട്. ഡെൻഡ്രോബിയത്തിൻ്റെ സീഡിങ്സ് ആണെങ്കിലും ഇതുപോലെ ഫ്ലവറിങ് പ്ലാന്റും മെച്ചോർഡ് പ്ലാന്റൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഹോം ഗാർഡൻ എന്ന രീതിക്ക് നമ്മളെ വീട്ടിൽ ഒരു UV ഷീറ്റൊക്കെ വെച്ച് നമ്മളൊരു ഓർക്കിഡ് ഫാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാന്റൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 8 വർഷത്തോളം നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഇതിനൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ ഓർക്കിഡിൻ്റെ കെയറിങ് ആണെങ്കിലും മെയിൻ്റെനൻസ് ആണെങ്കിലും അതേപോലെ തന്നെ ഓർക്കിഡിൻ്റെ ആവശ്യമുള്ള പ്ലാന്റിനും പോട്ടിങ്ങും അതുപോലെ തന്നെ ഫെർട്ടിലൈസറും ഒരു ഓർക്കിഡ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു കസ്റ്റമർ ആണെങ്കിലും അതിനുള്ള എല്ലാ മെഷർമെൻറ്റും നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ഉണ്ട്. നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഇന്ത്യ നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മൺസൂൺ ഓഫറായിട്ട് വന്നതാണ്. നമ്മുടെ കോമ്പാക്റ്റത്തിൻ്റെ 5 കളേഴ്സാണ് നമ്മളെടുത്തിപ്പോൾ കോംബോയിൽ ഇട്ടിട്ടുള്ളത്. ഇതേപോലെയുള്ള കോമ്പാക്റ്റും വെറൈറ്റി മിനിയേച്ചർ വെറൈറ്റിയാണ്. നിറയെ പൂക്കൾ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു ഡെൻഡ്രോബിയം കോമ്പാക്റ്റും. അപ്പോൾ അതിൻ്റെ 5 ഫ്ലവറിങ് പ്ലാന്റാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഇട്ടിട്ടുള്ളത്. പെർ പ്ലാന്റ് ആണെങ്കിലും ഒരു റേറ്റും 5 എണ്ണാണെങ്കിലും ഒരു റേറ്റുമാണ് കേട്ടോ. അപ്പം നമ്മൾ പെർ പ്ലാന്റ് ആയിട്ട് ഒരു റേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ സീഡിങ്സും നമ്മളെടുത്തിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഓർക്കിഡിനെ കുറിച്ച് വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ച് അന്വേഷിക്കുക കേട്ടോ. ബിസി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറുണ്ട്. നമ്മൾ ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ ഇന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടാറുണ്ട്. കേരളത്തിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഇന്ന് അയച്ചാൽ നാളെ തന്നെ എല്ലാ കൊറിയറും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോമ്പാക്റ്റും പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. ഇതുപോലെ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ വെച്ചിട്ടുള്ളത്. കോമ്പാക്റ്റും വെറൈറ്റീസും നമ്മളെടുത്ത് നോർമൽ വെറൈറ്റീസും ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് നമ്മളെടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു മഴക്കാലം സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ഒരു കുഞ്ഞ് ഓർക്കിഡ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ഓഫറാണ്. അപ്പോൾ ഇതൊരു 3 ലിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ട്വിസ്റ്റ് ഉണ്ട്, ഇതിൽ ആൻറ്റി ലോപ്പ് ഉണ്ട്, അതേപോലെ സ്ട്രൈപ്പ് വെറൈറ്റീസ് ഉണ്ട്. ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് എല്ലാ കളേഴ്സും നമ്മളെടുത്തിപ്പോൾ അവൈലബിൾ ഉണ്ട് കേട്ടോ. ഒത്തിരി കളേഴ്സ് തന്നെ നമ്മളെടുത്തിപ്പോൾ ഉണ്ട്. ഇത് നമ്മളെ ഒരു ട്വിസ്റ്റ് വെറൈറ്റീസാണ്. പിന്നെ നമ്മുടെ കോമ്പാക്റ്റത്തിൻ്റെതാണ് 5 പ്ലാന്റാണ് നമ്മളിപ്പോൾ കോംബോയിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. പെർ പ്ലാന്റ് 250 ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ കൊടുക്കുന്നത്. ഇനി മഴക്കാലമായതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വെയിലും മഴയൊക്കെ ഇരിക്കുന്ന ഏരിയയിലുള്ള പ്ലാന്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുപ്പിച്ചിട്ടുള്ള മഴയൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ മാറ്റി വെക്കാൻ പറ്റുന്ന പ്ലാന്റൊക്കെ നിങ്ങളൊന്ന് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 1 വീക്കിൽ 2 ടൈംസിൽ ഫെർട്ടിലൈസർ കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്, അതുപോലെ തന്നെ വെയിലും ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. അപ്പോൾ ഏത് ഏരിയയിൽ വെച്ചിട്ടാണോ നിങ്ങളുടെ പ്ലാന്റ് നല്ല ഗ്രോത്ത് കാണുന്നത് ആ ഏരിയയിൽ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ രാവിലെയൊക്കെ ഒരു വെയിൽ വരുന്ന ഒരു ഏരിയയിൽ പോട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുക കേട്ടോ. ഡയറക്റ്റ് വെയിലും മഴയും കിട്ടാത്തൊരു ഏരിയ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ സൺസൈഡിൻ്റെ ഒക്കെ താഴ്ഭാഗമായിട്ട് നമ്മൾ രാവിലെയൊക്കെ ഒരു വെയിൽ വരും ചെയ്യും, എന്നാലോ ഉച്ചയ്ക്ക് ശേഷം നമുക്കവിടെ ഒരു ഷെയ്ഡ് കിട്ടും തീരും. അപ്പോൾ പുതിയതായിട്ടൊരു ഓർക്കിഡ് നമ്മൾ റീപോർട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോയും കൂടി ഒന്ന് കണ്ടുനോക്കാം. നമുക്ക് ഇതുപോലുള്ള ചെറിയ സീഡിങ്സ് ആണെങ്കിലും വലിയ സീഡിങ്സ് ആണെങ്കിലും ഏത് തരം പോട്ടിലാണ് വെക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇതേപോലെ ഒരു വലിയ പോട്ടിൽ തന്നെ നമുക്ക് വെക്കാം. അതിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് ഒരു നെറ്റ് പോട്ടിലായിരിക്കും നമ്മൾ അയച്ചു തരാം. ആ നെറ്റ് പോട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലാന്റ് ആ പോട്ടിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് വെച്ച് മുകളിൽ ഇരിക്കുന്ന രീതിക്ക് നമ്മൾ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ചെടിക്ക് ഇളക്കൊന്നും തട്ടൂല, ചെടി നല്ലൊരു മൂഡ് ഒരു ടൈറ്റ് ഉണ്ടാവും. ഒത്തിരി ആളുകൾ നമ്മളിരുന്ന് പുതിയ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓരോ വീഡിയോയിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് മീഡിയം താഴ്ചയിലും ചെടി മുകളിൽ രീതിക്ക് വരുന്ന രീതിയിൽ ചെടി ചട്ടിയിൽ വെച്ചൊന്ന് ടൈറ്റാക്കി കെട്ടിക്കൊടുത്തതിന് ശേഷം അടിയിൽ നമ്മൾ കൊക്കോ ചിപ്സ് ഒഴിവാക്കുക. അതേപോലെ കൊക്കോ ഫൈബർ ഉണ്ട്, നമ്മൾ ചകിരി നാര്, ആ ചകിരി നാര് ആഡാക്കാം. അതിൻ്റെ മുകളിലായിട്ട് ചെടീനോട് ടോപ്പിൽ വരുന്ന രീതിക്ക്
നമ്മൾ ചാർക്കോൾ ഫിൽറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമുക്ക് പോട്ട് ചെയ്യേണ്ട രീതി. ഇനി ജസ്റ്റ് ഒരു ഹാങ്ങറും കൂടിയിട്ട് ഏത് ഭാഗത്താണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ. പോട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ 1 വീക്ക് പച്ചവെള്ളം മാത്രം കൊടുക്കുക, ഫെർട്ടിലൈസർ ആഡ് ആക്കാതിരിക്കുക. ഫസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറാണ്. ഒരു 2 മാസം ചെടി, ഇതൊരു സീഡിങ്സ് വെച്ചിട്ടുള്ളൊരു ഇതാണ് ഞാൻ പറയുന്നത്, എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ 1 വീക്കിൽ ഈ ഒരു ഓഫർ എന്താണെന്ന് വെച്ചാൽ 10 ഫ്ലവറിങ് പ്ലാന്റിൻ്റെ കൂടെ ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ട്. അതുപോലെ തന്നെ 10 സീഡിങ്സിൻ്റെ കൂടെയും ഒരു പ്ലാന്റ് നമ്മൾ ഫ്രീ ഉണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ 10 പ്ലാന്റ് എടുക്കുമ്പോൾ 11 കളേഴ്സ് പ്ലാന്റ് കിട്ടും. 11 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ചന്വേഷിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് വഴി തന്നെ എൻക്വയറി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം.